നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കപ്പങ്ങയാണേ. അതുപോലെ തന്നെ നമ്മളെ കോവയ്ക്ക ഇന്നലെ നമ്മൾ ഒത്തിരി പറിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കുറേ പഴുത്ത് അങ്ങനെ കിടക്കുവാണേ. ഇനി ഇതൊക്കെ പട്ടുപോയി. ഇനി ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും കൂടെ നടണം. പിന്നെ മുരിങ്ങപ്പൂവ് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മളിങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു മാങ്ങ പറിക്കണം. മാങ്ങ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ അച്ചാറൊക്കെ ഇടാനായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുഴു വരും കേട്ടോ. ഇതാണ് മുരിങ്ങപ്പൂവ് നമ്മൾ പറിച്ച് തോരൻ വെക്കാറുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് മാങ്ങ പറിക്കാവേ. മാങ്ങ ആയി വരുന്നതേ ഉള്ളൂ. ഇതാ ചെറുതായിട്ടൊക്കെ 1, 2 എണ്ണം വലുതായിട്ട് നിൽപ്പുണ്ട്. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ പുഴു വരും. അപ്പോൾ നമുക്ക് ഒരെണ്ണം പറിച്ചിട്ട് അച്ചാറിടാവേ. ഇതാ ഇതാണേ 3 മാങ്ങ നിൽപ്പുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഒരെണ്ണം പറിക്കാവേ. ഇത് തീരെ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ഒരു വിളഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ഒരെണ്ണം പറിച്ച് അച്ചാറിടാവേ. നമ്മളിപ്പോൾ ഇത് കുറേ കൂടെയൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്ക് പറിച്ചിട്ട് പഴുപ്പിക്കാനായിട്ട് വെക്കും കേട്ടോ. ഒരു 10 എണ്ണം എടുത്ത് വെച്ചാൽ അതിലൊരു 3 എണ്ണം പുഴുവായിരിക്കും കേട്ടോ. എങ്കിലും നമ്മൾ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണേ.